ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 9ാം ക്ലാസ്സിൻ്റെ 2ാമത്തെ യൂണിറ്റിലെ ദ ടോയ്ലറ്റ് എന്ന് പറയുന്ന പാഠത്തിൻ്റെ ചില ആക്ടിവിറ്റീസാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ആവശ്യമുള്ളവർക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ ഇവിടെ ലെറ്റ്സ് പ്ലേ വിത്ത് വേർഡ്സ് എന്നുള്ള ഒരു സെക്ഷനാണ്. ഇവിടുത്തെ ഒരു ആക്ടിവിറ്റിയിൽ ഒരു കോൺവെർസേഷൻ കൊടുത്തിട്ടുണ്ട്. റീഡ് ദ ഫോളോയിങ് കോൺവെർസേഷൻ ബിറ്റ്വീൻ റീന ആൻഡ് ഷേർലി. അപ്പോൾ റീനയും ഷേർലിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ്. റീന: ഷേർലി, യു ഓപ്പൺഡ് എ ബുട്ടീക്ക് ഇൻ ദ ഹാർട്ട് ഓഫ് ദ സിറ്റി, ഡിഡ്ന്റ് യു? അപ്പോൾ നീ ഒരു തുണിക്കട തുടങ്ങിയിട്ടുണ്ടല്ലേ ടൗണിൽ? Yes, at last my dreams came true, but the premises of the building where my shop is situated are not kept clean. പക്ഷേ അതിൻ്റെ പരിസരമൊന്നും വലിയ വൃത്തിയുള്ളൊരു സ്ഥലമല്ല. The people in the neighborhood throw garbage into the compound. അപ്പോൾ ചുറ്റുപാടുമുള്ള ആളുകൾ അവരുടെ പല വിധത്തിലുള്ള വേസ്റ്റ് സാധനങ്ങളൊക്കെ അങ്ങോട്ടേക്ക് വലിച്ചെറിയാറുണ്ട്. റീന: റിയലി, വൈ ഡിഡ്ന്റ് യു ലോഡ്ജ് എ കംപ്ലൈൻറ്റ്? അങ്ങനെയാണെങ്കിൽ നീ എന്തുകൊണ്ട് ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുന്നില്ല? I complained to the office bearers of the local residents association. I even briefed the media on the issue. അപ്പോൾ ഞാൻ കംപ്ലൈൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, അതുപോലെ മീഡിയയിലും ഈ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ദി അതർ ഡേ ഐ ഹാഡ് എ ഹൊറബിൾ എക്സ്പീരിയൻസ്. എനിക്ക് വലിയൊരു അനുഭവം, പേടിപ്പിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി കഴിഞ്ഞ ദിവസം. അപ്പോൾ റീന ചോദിക്കുകയാണ്, വാട്ട് ഹാപ്പൻഡ്? എന്താണ് സംഭവിച്ചത്? വെൻ ഐ ഓപ്പൺ ദ ഷോപ്പ് ഐ ഫൗണ്ട് എ റാറ്റ് മഞ്ചിങ് ഓൺ ആൻ എക്സ്പെൻസീവ് സിൽക്ക് സാരി. അപ്പോൾ ഞാൻ ഷോപ്പ് തുറന്ന് നോക്കിയപ്പോൾ അവിടെ ഒരു എലി ഒരു സാരി കരണ്ട് തിന്നുന്നത് കണ്ടു. ഇറ്റ് ഹാഡ് സ്നീക്ഡ് ഇൻ ടു ദ ഷോപ്പ് ത്രൂ എ ഹോൾ ഇൻ ദ ടോയ്ലറ്റ്. ടോയ്ലറ്റിലെ ഒരു ഹോളിലൂടെയാണ് ഈ എലി ഉള്ളിൽ കടന്നിരിക്കുന്നത്. ഓ, ദാറ്റ്സ് ഡിസ്ഗസ്റ്റിംഗ്. ഇഫ് ഐ വർ യു ഐ വുഡ് ഫെയിൻറ്റ്. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ തലയിറങ്ങി വീഴുമായിരുന്നു. നീ എന്താണ് ചെയ്തത്? വിത്ത് എ പൗണ്ടിങ് ഹാർട്ട് ഐ റഷ്ഡ് ഔട്ട് ഓഫ് ദ ഷോപ്പ് സ്ക്രീമിങ്. ഞാൻ ഉറക്കം നിലവിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. ദ മെർച്ചൻസ് ഓഫ് ദ ഷോപ്സ് നിയർ ബൈ കെയിം റണ്ണിങ് ടു ദ സ്പോട്ട്, ബട്ട് വെൻ ദേ റിയലൈസ് ദാറ്റ് ഐ ഹാഡ് സ്ക്രീംഡ് ഓൺ സീയിങ് എ റാറ്റ് ദേ വർ അനോയ്ഡ്. അപ്പോൾ ഒരു എലിയെ കണ്ടിട്ടാണ് ഇത്രയും ഒച്ചപ്പാടുണ്ടാക്കിയെന്ന് അറിഞ്ഞപ്പോൾ അവർക്ക് ദേഷ്യം പിടിച്ചു. ഐ ഹേർഡ് വൺ ഓഫ് ദം ഈവൻ മംബ്ലിങ്, ഷീ ഈസ് ക്രേസി. ആരോ പറയുന്നുണ്ടായിരുന്നു ഇവർക്ക് ഭ്രാന്താണെന്ന്. ഐ ആം പ്ലാനിങ് ടു മൂവ് ടു അനദർ സ്പോട്ട്. മറ്റൊരു സ്ഥലത്തേക്ക് ഞാൻ മാറാൻ ആഗ്രഹിക്കുകയാണ്. ദാറ്റ് വുഡ് ബി ബെറ്റർ. ഇറ്റ്സ് ടൈം ഫോർ മീ ടു ലീവ് ഡിയർ. ജസ്റ്റ് കോൾ മീ ഇഫ് യു നീഡ് എനി ഹെൽപ്പ്. ഷീ യു. അതാണ് നല്ലത്. അപ്പോൾ എനിക്ക് പോകാൻ സമയമായി, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കുക. ഷീ യു എന്ന് പറഞ്ഞിട്ട് ഒരു കോൺവെർസേഷനാണ് റീനയും ഷേർലിയും തമ്മിലുള്ള കോൺവെർസേഷൻ. അപ്പോൾ ഈ കോൺവെർസേഷനിൽ ചില വാക്കുകൾ നിങ്ങൾ നേരത്തെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ന്യൂ വേർഡ്സ് എന്നൊക്കെ പറഞ്ഞ് അടയാളപ്പെടുത്തിയ ചില വാക്കുകളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ആ വാക്കുകൾ ന്യൂ വേർഡ്സ് കണ്ടെത്തി അതിൻ്റെ മീനിങ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട വാക്കുകൾ നമുക്ക് നോക്കാം. ബുട്ടീക്ക്. ബുട്ടീക്ക് എന്ന് വെച്ചാൽ സ്മോൾ ഷോപ്പ് ദാറ്റ് സ്പെഷ്യലൈസസ് ഇൻ ഫാഷനബിൾ ക്ലോത്ത്സ് ഓർ ആക്സസറീസ്. അതായത് ഒരു തുണിക്കട എന്നാണ് അതിൻ്റെ അർത്ഥം. Premises, the land and building owned by someone, especially by a company or organization. ഒരു സ്ഥലം, ചുറ്റുപാട്, പരിസരം, ഒരു ബിൽഡിങ്ങിൻ്റെ ചുറ്റുമുള്ള സ്ഥലം എന്നൊക്കെയുള്ള അർത്ഥം. ഗാർബേജ് എന്ന് വെച്ചാൽ വേസ്റ്റ് മെറ്റീരിയൽ, എസ്പെഷ്യലി ഡിസ്കാർഡഡ് ഫുഡ്, റെഫ്യൂസ് ഓർ ലിറ്റർ. അതായത് ഉപയോഗശൂന്യമായ വസ്തുക്കൾ, വേസ്റ്റ് മെറ്റീരിയൽസ്. ലോഡ്ജ് എ കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത്. ലോഡ്ജ് എന്ന് വെച്ചാൽ ടു മേക്ക് എ ഫോർമൽ സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് സംതിങ് ടു എ പബ്ലിക് ഓർഗനൈസേഷൻ ഓർ അതോറിറ്റി. അതായത് ഒരു പരാതി നൽകുക. മഞ്ചിങ്, ഈറ്റിംഗ് സംതിങ് വിത്ത് കണ്ടിന്യൂസ് ആൻഡ് ഓഫൺ ഓഡിബിൾ ആക്ഷൻസ് ഓഫ് ദ ജോസ്. അതായത് തിന്നുക എന്നുള്ള അർത്ഥം. അനോയ്ഡ് എന്ന് വെച്ചാൽ ദേഷ്യപ്പെടുക. സ്ലൈറ്റ്ലി ആംഗ്രി ഓർ ഇറിറ്റേറ്റഡ്. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റിയിൽ ഈ ദ ടോയ്ലറ്റ് എന്ന് പറയുന്ന പാഠത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ചില എക്സ്പ്രഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. സ്റ്റേയ്ഡ് ഓൺ, വെന്റ് ടു ദ ചർച്ച് വിത്ത്, സ്നീക്ഡ് ഇൻ ടു, ക്യാച്ച് ദ ബസ്, സിറ്റ് ഓൺ, വാസ് ഓൺ മൈ വേ, വെൻ സ്ട്രേറ്റ്, വുഡ് ഷെൽട്ടർ, ടോർഡ്, സ്റ്റീൽ മൈ വേ, ജംപ്ഡ്, ടു ടേൺ ഓഫ്, ടിപ്റ്റോ മൈ വേ ഔട്ട്, ബി ഓഫ് ദ പ്രമിസസ്, വാക്ക്ഡ് ഓവർ. അപ്പോൾ ഈ എക്സ്പ്രഷൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ചെറിയ കഥ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കഥ എഴുതാം. എ മെമ്മറബിൾ മോർണിംഗ്. It was a chilly winter morning and I had decided to visit my friend who lived across town. I stayed on at her place that previous night enjoying a movie marathon. സുഹൃത്തിൻ്റെ വീട്ടിൽ പോയ ഒരു കഥയാണ് പറയുന്നത്. തലേ ദിവസം സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി അവിടെ നിന്ന് തിരിച്ചു വരികയാണ്. Early in the morning I tiptoed. അപ്പോൾ നമ്മളിവിടെ ഈ വാക്കുകളൊക്കെ ഉപയോഗിക്കുകയാണ്. ചില്ലി വിൻറ്റർ മോർണിംഗ്, അതുപോലെ tiptoed, നേരത്തെ നമ്മൾ നോട്ട് ചെയ്തിട്ടുള്ള വാക്കുകൾ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിത് എഴുതിയിരിക്കുന്നത്. I tiptoed my way out of her apartment, trying not to wake her up. അപ്പോൾ രാവിലെ അവർ ഉണരുന്നതിന് മുൻപ് വളരെ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ ഞാൻ അവിടെ നിന്ന് പുറത്ത് കടന്നു.
The streets were quiet as I went straight to the bus stop, hoping to catch the bus that would take me back home. അങ്ങനെ ബസ് സ്റ്റോപ്പിലേക്ക് എത്തുന്നു. On my way, I noticed an old lady struggling with her groceries. അപ്പോഴാണ് ഒരു പ്രായമായ സ്ത്രീ പലചരക്ക് സാധനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത് കണ്ടു. Feeling empathetic, I walked over to offer my help. We chatted for a while and she thanked me profusely for my kindness. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് അവരെ ഈ സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനൊക്കെ സഹായിക്കുകയും ഞങ്ങൾ കുറേ നേരം സംസാരിക്കുകയും ഒക്കെ ചെയ്തു. As I resumed my journey, I realized I was running late and had to steal my way through the shortcut in the park. അപ്പോൾ സമയം പോവുകയാണ്, എത്രയും പെട്ടെന്ന് പാർക്കിലൂടെ പോകാൻ തീരുമാനിച്ചു. The park was serene at this hour and I saw a few joggers and early risers. പാർക്കിൽ ആരും കാര്യമായിട്ടുണ്ടായിരുന്നില്ല. രാവിലെ വ്യായാമം ചെയ്യുന്ന ചില ആളുകളെയൊക്കെ കണ്ടു. I decided to sit on a bench for a few moments to catch my breath. അപ്പോൾ ആകെ നടന്ന് കിതയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് നേരം ഇരുന്നു. While I was there, I spotted a group of children playing and laughing, which reminded me of my own childhood days. അപ്പോഴാണ് കുറച്ച് കുട്ടികളെ ഞാൻ അവിടെ പാർക്കിൽ കാണുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വന്നു. When I went to church with my family on Sunday mornings. സാധാരണ ഞായറാഴ്ച ദിവസങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് കുട്ടികളെല്ലാവരും കൂടെ ഒരുമിച്ച് പള്ളിയിൽ പോകുന്ന സംഭവം എൻ്റെ മനസ്സിലേക്ക് വന്നു. Realizing the time, I quickly got up and was on my way again. വീണ്ടും ഞാൻ എൻ്റെ യാത്ര തുടർന്നു. I didn't want to miss the bus, so I started walking briskly. വളരെ വേഗത്തിൽ ഞാൻ നടന്നു. Suddenly I saw a little kitten sneaking into the nearby alley. It looked hungry and lost. I couldn't resist, so I followed it and found it huddled near a trash can. അപ്പോഴാണ് ഒരു പൂച്ചക്കുട്ടിയെ കാണുന്നത്. അതിൻ്റെ പുറകെ പോകുന്നു. I picked it up gently, deciding to take it to the nearby animal shelter. അപ്പോൾ അതിനെ ഒരു ആനിമൽ ഷെൽട്ടറിൽ കൊണ്ടുപോയി ആക്കാൻ ഞാൻ തീരുമാനിച്ചു. The shelter was not too far and I knew they would take good care of the kitten. അപ്പോൾ ഈ പൂച്ചക്കുട്ടിയെ അവർ നന്നായിട്ട് നോക്കും എന്ന് എനിക്ക് അറിയാമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പൂച്ചക്കുട്ടിയെ എടുത്ത് അങ്ങോട്ടേക്ക് പോയി. After dropping it off, I hurried to the bus stop just in time. I felt a sense of fulfillment as I finally caught the bus home. അങ്ങനെ തിരിച്ച് ഞാൻ വീട്ടിലേക്ക് പോകാൻ ഉള്ള ബസ് കയറി. Reflecting on the unexpected events of that morning. അന്ന് നടന്ന സംഭവങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ ആലോചിച്ചു. അപ്രതീക്ഷിതമായി നടന്ന കുറേ കാര്യങ്ങൾ. That day, what began as a simple trip turned into a series of small adventures. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ആ ദിവസം ചെയ്യാൻ കഴിഞ്ഞു. Making it one of the most memorable mornings of my life. എൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു ദിവസമായി അത് മാറി. അപ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച ന്യൂ വേർഡ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ചെറിയൊരു അനുഭവ കഥ നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം. Prepare a few questions to interview your favorite writer. Don't forget to do some research on the author and give a short description before preparing the questions. അപ്പോൾ ഒരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് നമ്മൾ തയ്യാറാക്കുന്നതിന് മുൻപ് നമുക്ക് ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്ന വ്യക്തിയെക്കുറിച്ച് അത്യാവശ്യം ഒരു ധാരണ ഉണ്ടാവണം. അയാളുടെ ഒരു ചരിത്രം അറിഞ്ഞിരിക്കണം. അതുപോലെ അതിനനുസരിച്ച് വേണം നമ്മൾ ഈ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ഓഥർ വേണം. അതുപോലെ ക്വസ്റ്റ്യൻസ്, അവരോട് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ തയ്യാറാക്കണം. അപ്പോൾ ഈ പാഠത്തിൽ ജീന എം ലോപ്പയുടെ ടോയ്ലറ്റ് എന്ന് പറയുന്ന പാഠത്തിൽ വരുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ ഇൻ്റർവ്യൂ ചെയ്യുന്ന രീതിയിൽ നമുക്കിത് എഴുതാവുന്നതാണ്. അപ്പോൾ ആദ്യം നമുക്ക് എ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഓഫ് ജീന എം ലോപ്പെ. ജീന എം ലോപ്പെ ഈസ് എ റിനൗൺഡ് സൗത്ത് ആഫ്രിക്കൻ സ്റ്റോറി ടെല്ലർ. വളരെ പ്രശസ്തയായ ഒരു സൗത്ത് ആഫ്രിക്കൻ കഥാകാരിയാണ്, എഴുത്തുകാരിയാണ്, നാടകരചയിതാവാണ്, കവിയാണ്. ഇവർ ജനിച്ചത് October 24, 1958 in KwaZulu-Natal. She had dedicated her career to preserving African folklore and oral traditions. അപ്പോൾ ഇവർ ഈ ആഫ്രിക്കയിലെ ഫോക്ലോറുകൾ, അതുപോലെ വാമൊഴിയായിട്ട് പറയുന്ന കഥകൾ, അതൊക്കെ അവരുടെ വർക്കുകളിലൂടെ നിലനിർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. Mhlophe's work often explored themes of cultural identity, resilience and empowerment. അപ്പോൾ ഈ അവിടെയുള്ള ചില പ്രശ്നങ്ങൾ, വിഷയങ്ങൾ, അവരുടെ കൾച്ചർ, അതുപോലെ ഇവർ നേരിട്ട പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, അതുപോലെ എംപവർമെൻറ്റ്, ഇതൊക്കെയാണ് ഇവരുടെ കഥകളിലെ പ്രധാനപ്പെട്ട തീമുകൾ. ഷീ ഹാസ് റിസീവ്ഡ് ന്യൂമറസ് അവാർഡ്സ് ഫോർ ഹർ കോൺട്രിബ്യൂഷൻ ടു ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ. ഇവർക്ക് ധാരാളം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ നല്ലൊരു സ്റ്റോറി ടെല്ലറാണ്. ഹർ സ്റ്റോറി ടെല്ലിംഗ് പെർഫോമൻസസ് ഹാവ് ക്യാപ്റ്റിവേറ്റഡ് ഓഡിയൻസ് അറൗണ്ട് ദ വേൾഡ്. ലോകത്തിലെ എല്ലാ ഭാഗത്തുമുള്ള ആളുകൾ ഇവരുടെ ഈ കഥ പറയുന്ന രീതിയിൽ ആകർഷകരായിട്ടുണ്ട്. ഹർ സ്റ്റോറി ദ ടോയ്ലറ്റ് ഈസ് എ പോയിനന്റ് reflection of her own experience and the struggles she faced as a young woman in apartheid era South Africa. അപ്പോൾ ഈ ടോയ്ലറ്റ് എന്ന് പറയുന്ന കഥ ഇവരുടെ ദുഃഖകരമായ ഇവരുടെ അനുഭവങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു കഥയാണ്. അപ്പാർത്തൈഡ്
എന്ന് പറയുന്നത് വർഗ്ഗവിവേചനമാണ്. സൗത്ത് ആഫ്രിക്കയിൽ നിലനിന്നിരുന്ന വെള്ളക്കാരും കറുത്ത വർഗ്ഗക്കാരായ ആളുകളും അവരോട് കാണിച്ചിരുന്ന അനീതികളും ആ വർഗ്ഗവിവേചനം ഇവരുടെ ഈ കഥയിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആണ്. ഇനി നമുക്ക് ഇവരെ ഇൻ്റർവ്യൂ ചെയ്യാനുള്ള ഒരു 4 ക്വസ്റ്റ്യൻസിനുള്ള സ്പേസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 4 ക്വസ്റ്റ്യൻസ് നമുക്ക് തയ്യാറാക്കാം. What inspired you to become a storyteller and writer, particularly focusing on African folklore and oral traditions? നിങ്ങൾ ഒരു എഴുത്തുകാരിയാവാൻ എന്തായിരുന്നു നിങ്ങളുടെ പ്രചോദനം? പ്രത്യേകിച്ചും ആഫ്രിക്കയുടെ ഫോക്ലോറുകൾ, അങ്ങനെയുള്ള ആഫ്രിക്കൻ കഥകൾക്ക് പ്രാധാന്യം കൊടുക്കാനുള്ള കാരണം എന്താണ്? Can you share more about personal experience that influenced the story The Toilet? The Toiletലെ പേഴ്സണൽ എക്സ്പീരിയൻസ്, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാമോ? How do you think your upbringing in apartheid era South Africa shaped your writing and storytelling style? അപ്പോൾ അവിടെ സൗത്ത് ആഫ്രിക്കയിൽ നിലനിന്നിരുന്ന ഈ വർണ്ണവിവേചനം ഇത് നിങ്ങളുടെ എഴുത്തിനെ എങ്ങനെയാണ് സ്വാധീനിച്ചത്? What do you hope readers take away from your stories, especially those like The Toilet that highlight personal struggles and resilience? നിങ്ങളുടെ ടോയ്ലറ്റ് പോലെയുള്ള സ്റ്റോറിയിൽ നിന്ന് എഴുത്തുകാർ എടുക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇങ്ങനെ നമുക്ക് പറ്റുന്ന ഒരു 4 ചോദ്യങ്ങൾ നമ്മളിവിടെ കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടൻ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ടൈം.